ഇപ്പോൾ നമ്മുടെ വ്ളോഗർ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീ ജുനൈസ്. ജുനൈസ്, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ സാർ. എന്താണ് സംഭവം? ഏത് ഘട്ടത്തിലാണ് ഈ വ്ളോഗ് ചെയ്യാൻ തോന്നിയത്? മടുത്ത് സഹിച്ചിട്ടാണോ? അതെ, ജനങ്ങളുടെ ദുരിതം എന്നുള്ളത് ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളത് ജനങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉത്തരവാദിത്വം. അതെ, അത്തരത്തില് ഒരു സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ എന്റെ ശൈലി ഇപ്പോൾ അരുൺ സാറിന്റേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ടായിരിക്കും, മലബാറിന്റേതായിട്ടുള്ള ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ ചില വാക്കുകൾ പറയുന്ന സമയത്ത് അതൊക്കെ വ്യക്തിഹത്യയായി മാറും എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വിഷയത്തിൽ കൂടുതലായിട്ട് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഇമിറ്റേറ്റ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഈ നമ്മുടെ ചെയർപേഴ്സൺ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് ഈ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അത് വേണമെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? വ്യക്തിപരമായി നമ്മൾ ഒരാളെയും പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം അത്രയും റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെ അത്രയും അറിയുന്ന, അത്രയും പരിചയമുള്ള ആളുകളാണ് ഇവരൊക്കെ. ഞങ്ങളൊക്കെ കാണുന്നവരും എന്നും പരിചയമുള്ള ആളുകളും തന്നെയാണ്. വ്യക്തിപരമായിട്ട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ അവരിയ്ക്കുന്ന പൊസിഷനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്ന പൊസിഷനെ നമ്മൾ പറയേണ്ടി വരും. കാരണം നമ്മളൊരു വോട്ടറാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് മാനസിക വിഷമം ഉണ്ടെങ്കിൽ ജുനൈസ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്തായാലും റെസ്പെക്ട് ചെയ്യണം. കാരണം ഈ ലോകത്ത് കുഞ്ഞിനെ നമുക്ക് പ്രസവിച്ചു തരാൻ ഭാഗ്യം ചെയ്തവർ സ്ത്രീകൾ മാത്രമാണല്ലോ. അപ്പൊ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പുരുഷൻ എന്നതിനേക്കാൾ ഉപരി ഒരു അമ്മ എന്നുള്ള റെസ്പെക്ട് നമ്മൾ അവർക്ക് കൊടുക്കണമല്ലോ. ആ രീതിയിൽ എന്തായാലും അവരോട് എനിക്കത് ബഹുമാനമുണ്ട്, അതില്ലാന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ ഒരു വ്യക്തിയെ നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫോട്ടോയോ അവരുടെ മോർഫിങ്ങോ അങ്ങനെയൊന്നും ആ രീതിയിൽ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല. ആക്ഷേപഹാസ്യത്തിന് അതിൻ്റെതായ സാധ്യത ഉണ്ടല്ലോ സാർ. അത് അവരുടെ ചില ആളുകൾ പറയുന്നത് അത് അവരുടെ അവകാശമല്ലേ. മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടുന്നതോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതോ ഒക്കെ. ഇപ്പൊ ഇത് പറഞ്ഞു വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് എത്തിയത്. പക്ഷെ താങ്കൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. നാട്ടുകാർ ഇങ്ങനെ ഷാർപ്പായിട്ട് പറഞ്ഞപ്പോഴാണ് ആളുകൾ അത് ശ്രദ്ധിച്ചത്. അരുൺ സാർ, ഞാൻ ഇപ്പോഴും പറയുന്നു, LDFും UDFും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരിയല്ല വേണ്ട. ഇപ്പോഴും LDFിൻ്റെതായാലും UDFിൻ്റെതായാലും വോട്ടർമാർ ഈ കുഴിയിലൂടെ ഇപ്പൊ ഇന്നലെ റിപ്പോർട്ടറിന്റെ ആളുകൾ എന്നെ കണക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ ഒരു മണിക്കൂറോളം അവരും ബ്ലോക്ക് കിടക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കും. അതിനൊരു സൊല്യൂഷനാ വേണ്ട. അത് ആരാണോ ഇടപെടേണ്ടത്, സർക്കാരാണോ അല്ലെങ്കിൽ MLA ആണോ MP ആണോ NHAI ആണോ, ആരായാലും ഇടപെട്ടിട്ട് ഇതിനൊരു സൊല്യൂഷനാണ് വേണ്ടത്. അവിടെയല്ലേ നമ്മളെ പോലുള്ളവരുടെ ധർമ്മം, മാധ്യമങ്ങളുടെ ധർമ്മം അല്ലെങ്കിൽ മീഡിയയുടെ ധർമ്മം നമ്മൾ നിറവേറ്റേണ്ടത്. ഓക്കെ, അപ്പം ജുനൈസ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മുന്നോട്ട് പോവുക. ഈ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തുക. അതിലൊന്നും കുഴപ്പമില്ല ജുനൈസ്. പക്ഷേ ഈ പറയുന്ന പോലെ സ്ത്രീകളൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുകൾക്ക് തോന്നും അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. തീർച്ചയായും. താങ്ക് യു ജുനൈസ്, താങ്ക് യു. ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്, പ്രത്യേകിച്ച് ഒരു ലൈവ് വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത്.